ഹലോ ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എക്സാം എഴുതിയ ശേഷം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നോർമലി നമ്മൾ എക്സാം എഴുതും, പക്ഷെ നമുക്ക് മെയിലിൽ സർട്ടിഫിക്കറ്റ് വരില്ല. സോ നമ്മൾ എക്സാമിൻ്റെ അതായത് മൈക്രോസോഫ്റ്റിൻ്റെ പോർട്ടലിൽ കയറിയിട്ട് മാനുവലി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ എടുക്കുക, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലേൺ മൈക്രോസോഫ്റ്റ് ജസ്റ്റ് ഇതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, learnmicrosoft.com. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് റൈറ്റായിട്ട് നമുക്കൊരു സൈൻ ഇൻ ഓപ്ഷൻ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഏത് ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ടാണോ നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്, ചിലപ്പോൾ നമ്മുടെ ജിമെയിൽ ആയിരിക്കും, ചിലപ്പം ഔട്ട്ലുക്ക് ആയിരിക്കും. അപ്പം അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക, outlook.com. ഓക്കെ, ഞാനിത് ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നോട് പാസ്വേഡിൻ്റെ ഒരു പ്രോംപ്റ്റ് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് പ്രോംപ്റ്റ് ചോദിക്കും. ഇപ്പം ജിമെയിൽ ആണെങ്കിൽ അതിൻ്റെ ഒരു ഓത്ത് കോഡ് നമ്മുടെ മെയിലിലേക്ക് വരും. അത് ജസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ടോപ്പ് റൈറ്റായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ടാബ് കാണാം. ജസ്റ്റ് ആ പ്രൊഫൈലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൊഫൈലിലേക്ക് പോവുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഫൈൽ വരിക. ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ക്രെഡൻഷ്യൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഡായി കഴിയുമ്പോൾ രണ്ട് സെക്ഷൻ വരും, അപ്ലൈഡ് സ്കിൽസും സർട്ടിഫിക്കേഷൻസും. നമ്മൾ ഒരു സർട്ടിഫിക്കേഷൻസ് ഇവിടെ നമ്മുടെ എക്സാമും സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ കാണാൻ കഴിയും. ഇതിൻ്റെ അകത്ത് വ്യൂ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ AZ104ൻ്റെ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ ടോപ്പായിട്ട് ഒരു പ്രിൻറ്റ് ഓപ്ഷൻ ബൈ ഡിഫോൾട്ടായി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഇവിടെ ജസ്റ്റ് PDF വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് PDF കൊടുത്താൽ മതി, അത് സേവ് ആയിക്കോളും. ഓക്കെ, എളുപ്പത്തിൽ നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.